ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പുരസ്കാര നിറവിൽ മട്ടന്നൂർ നഗരസഭയും. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വികസിത ഇന്ത്യയ്ക്കായി ഓരോ കുടുംബത്തിന്റെയും വരുമാനം വർദ്ധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിമിഷപ്രിയ കേസിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2047 ആകുമ്പോഴേക്കും വികസിത ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശുചിത്വമുള്ള രാജ്യങ്ങളിലൊന്നായി മാറുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ സർവേക്ഷൺ പുരസ്കാരം. മികച്ച ശുചിത്വം ഉറപ്പാക്കുന്ന നഗരമെന്ന വിഭാഗത്തിലാണ് പുരസ്കാരം. രാജ്യത്തെ 18 നഗരങ്ങളെയാണ് ഈ വിഭാഗത്തിൽ തെരഞ്ഞെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയതിനാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് അംഗീകാരം. മെഗാ ശുചീകരണ ക്യാമ്പയിനുകൾ, മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തന്നെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹരിതസഭകൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാലിൽ നിന്ന് മന്ത്രി MB രാജേഷ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി TV അനുപമ, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിദ്, നഗരസഭാ സെക്രട്ടറി രാകേഷ് കുമാർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. സ്വച്ഛ് സർവേക്ഷൺ സർവേയിൽ മികച്ച നേട്ടം കൈവരിച്ച് കോഴിക്കോട്ടെ നഗരസഭകൾ. രാജ്യത്താകെ 4852 നഗരസഭകൾ പങ്കെടുത്ത മത്സരത്തിൽ 70ാം റാങ്കുമായി കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലയിൽ മുന്നിലെത്തി. 2023 സർവേയിൽ 3367ാം സ്ഥാനത്തായിരുന്നു കോർപ്പറേഷൻ. ഇതോടൊപ്പം ഗാർബേജ് ഫ്രീ സിറ്റി 1 സ്റ്റാർ റാങ്കിങ്ങിൽ സംസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുത്ത 20 നഗരങ്ങളിലൊന്നായി പയ്യോളി നഗരസഭയും ഇടം പിടിച്ചു. നിമിഷപ്രിയ കേസിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യം നിമിഷയുടെ കുടുംബത്തിന് നിയമസഹായം നൽകിയതായി മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിഹാരത്തിനായി പ്രാദേശിക അധികാരികളുമായും കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടതായും വിഷയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തുടക്കത്തിൽ 5ാം ക്ലാസ്സിലേക്ക് 35 കുട്ടികൾ സ്കൂളിലേക്ക് അഡ്മിഷൻ നൽകും. KSRTC KTDFCക്ക് നൽകാനുള്ള ഹ്രസ്വകാല ദീർഘകാല വായ്പകളിൽ ബാക്കി നിൽക്കുന്നതിൽ പലിശയും മറ്റ് പിഴകളും ഒഴിവാക്കും. തിരുവനന്തപുരം, പൊഴിയൂർ, കൊല്ലങ്കോട് കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 43.65 കോടി രൂപ അനുവദിക്കും. സംസ്ഥാനത്തെ 1137 വീടുകളുടെ വൈദ്യുതീകരണത്തിനുള്ള ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തെ അറിയിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനം സാധ്യമാകാൻ രാജ്യത്തെ എല്ലാ കുടുംബങ്ങളും വികസിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പദ്ധതി കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അതുവഴി രാജ്യത്തിന്റെയും പുരോഗതിക്കും വികസനത്തിനും ഓരോരുത്തരുടെയും അധ്വാനം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടിയാക്കിയതിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജയൻ ചൌധരി നിർവഹിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ മുഴുവൻ അങ്കണവാടികളും ഹൈടെക് ആക്കി മാറ്റുന്നത്. ഇതിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു. ജൻ ശിക്ഷൻ സംസ്ഥാന്റെ ഭാഗമായി മലപ്പുറം അമൽ കോളേജ് ക്യാമ്പസിലെ സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം മന്ത്രി രാവിലെ നിർവഹിച്ചു. കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നും വീഴ്ചകളുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുമെന്നും റൂറൽ പോലീസ് മേധാവി പറഞ്ഞു.
മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ എൻ ബാലഗോപാലും ആദരാഞ്ജലി അർപ്പിച്ചു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായും റിപ്പോർട്ടിൽ ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് നാളെ ലഭ്യമാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും 14 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം ബാലാവകാശ കമ്മീഷൻ നാളെ സ്കൂൾ സന്ദർശിക്കും. സംഭവത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും സ്കൂളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മിഥുന്റെ മരണത്തിന് കാരണം സ്കൂൾ മാനേജ്മെന്റിന്റെ കടുത്ത അനാസ്ഥയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കുട്ടനാട്ടിലെ കൈനഗിരിയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നു. വീടുകൾ വെള്ളത്തിലായിട്ട് 1.5 മാസം കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴ ആകാശവാണി പ്രതിനിധി R രവികുമാർ. പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതം അനുഭവിക്കുകയാണ് കുട്ടനാട്ടിലെ കൈനകരിക്കാർ. കഴിഞ്ഞ മെയ് അവസാനം പാടശേഖരങ്ങളുടെ പുറം ബണ്ടുകൾ തകർന്ന് പാടത്തേക്ക് വെള്ളം കയറിയപ്പോൾ പാടവരമ്പിലുള്ള വീടുകളും വെള്ളത്തിലായി. ഇത്തരത്തിൽ 500ഓളം വീടുകളാണ് ഇപ്പോൾ വെള്ളം കയറിയ നിലയിലുള്ളത്. പുറം ബണ്ടുകൾ ബലപ്പെടുത്തി വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയാലേ വെള്ളപ്പൊക്ക ദുരിതത്തിന് പരിഹാരം കാണാനാവൂ. കൈനകരിൽ 26 പാടശേഖരങ്ങളാണ് ഉള്ളത്. ഇതിൽ 20 പാടശേഖരങ്ങളും ഇപ്പോൾ വെള്ളത്തിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 375 പോയിന്റ് ഇടിഞ്ഞ് 82,259ലും നിഫ്റ്റി 100 പോയിന്റ് നഷ്ടത്തിൽ 25,111ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 40 രൂപ കൂടി 72,840 രൂപയും ഗ്രാമിന് 9,105 രൂപയുമാണ് ഇന്നത്തെ വില. 2023 കേരള സംസ്ഥാന കലാപുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. കഥകളി പുരസ്കാരത്തിനായി കുറൂർ വാസുദേവൻ നമ്പൂതിരി, കലാമണ്ഡലം ശങ്കരവാര്യർ എന്നിവരെ തെരഞ്ഞെടുത്തു. പല്ലാവൂർ അപ്പമാരാർ പുരസ്കാരത്തിന് പ്രശസ്ത ചെണ്ട കലാകാരൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെയും, കേരളീയ നൃത്ത നാട്യ പുരസ്കാരത്തിന് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം PN ഗിരിജാദേവിയെയും തെരഞ്ഞെടുത്തു. പ്രമുഖ ആർക്കിടെക്ട് PK രമേശ് കോഴിക്കോട് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ മുതൽ തിരൂർ തുഞ്ചൻ സ്മാരകം ഉൾപ്പെടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 2010 നിർമ്മാൺ പ്രതിഭ പുരസ്കാരം ലഭിച്ചു. സംസ്കാരം നാളെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. RK രമേശിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ബേപ്പൂർ തുറമുഖ കപ്പൽ ചാനലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ മന്ത്രി VN വാസവൻ, മന്ത്രി PM മുഹമ്മദ് റിയാസ് എന്നിവരുടെ യോഗത്തിൽ തീരുമാനം. തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് തുറമുഖ തൊഴിലാളികളുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. കളിമൺ പാത്ര നിർമ്മാണ മേഖലയിലടക്കം നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. സ്വാഭാവികമായി വിപണി ആവശ്യങ്ങൾക്കൊപ്പം നിർമ്മിതിയുടെ രൂപം, ഭംഗി എന്നിവയിലൂടെ ഉപഭോക്താവിന് ആവശ്യമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കൊല്ലം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് H1N1 അല്ല ഇൻഫ്ലുവൻസ A ആണ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സീറോ ടൈപ്പിംഗ് ടെസ്റ്റിലൂടെ H1N1 സ്ഥിരീകരിക്കാൻ സാധിക്കൂ. രോഗബാധിതരായ 4 കുട്ടികളുടെയും ആരോഗ്യത്തിൽ സ്ഥിതി തൃപ്തികരമാണെന്നും ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെന്നും ജില്ലാ സർവേലൻസ് ഓഫീസർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ മൂന്നാമതൊരാൾക്ക് കൂടി നിപ്പ സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 പേരാണ് സമ്പർക്ക വിലക്കിൽ കഴിയുന്നത്. ജില്ലയിലാകെ 385 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പുരസ്കാര നിറവിൽ മട്ടന്നൂർ നഗരസഭയും. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വികസിത ഇന്ത്യയ്ക്കായി ഓരോ കുടുംബത്തിന്റെയും വരുമാനം വർദ്ധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി.
നിമിഷപ്രിയ കേസിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.